ഇന്നലെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കാണ് ആരംഭിച്ചത്. 3 മണിക്കൂർ എടുത്ത് 7:30 മണിക്കാണ് അത് അവസാനിച്ചത്. ഓരോ ജില്ലയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ ഇത് പരിശോധിച്ച് ഓരോ മന്ത്രിമാരും അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണ LDF വിജയിച്ച സീറ്റുകളിൽ വിജയിച്ച് വരാൻ വേണ്ടി പറ്റുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സീറ്റുകളും ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ UDF വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ, പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു 110 സീറ്റ് LDF വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. ഓരോ മന്ത്രിമാർക്കും സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ളതുപോലെ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അതാത് ജില്ലകളിൽ നടത്തേണ്ട ഇടപെടലുകൾ പൊതുവെ പരിശോധിച്ചു. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കൃത്യമായൊരു പിക്ചർ വന്നു. 110 സീറ്റ് വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞങ്ങൾ പൊതുവെ കരുതുന്നത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റും LDF വിജയിക്കാൻ വേണ്ടി പറ്റും. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും LDF വിജയിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വിജയിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ 2 സീറ്റുകൾ 2016 UDF വിജയിച്ച 2 സീറ്റുകൾ LDF പിടിച്ചെടുക്കുകയായിരുന്നു ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ. ഒന്ന് കോഴിക്കോട് സൗത്താണ്, മറ്റൊന്ന് കുറ്റ്യാടിയാണ്. യഥാർത്ഥത്തിൽ 2016 11-2 ആ 2 സീറ്റ് പിടിച്ചാൽ 100% വിക്ടറി LDF ഉണ്ടാകേണ്ട ജില്ലയായിരുന്നു കോഴിക്കോട് ജില്ല. 13-13. പക്ഷേ 2 സിറ്റിംഗ് സീറ്റുകൾ LDF നഷ്ടപ്പെട്ടു, വടകരയും കൊടുവള്ളിയും. ആ 2 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 2016 നിന്നും 2021 എത്തിയപ്പോൾ LDF സീറ്റ് വർദ്ധിച്ചു, വോട്ട് ഷെയർ വർദ്ധിച്ചു. സിറ്റിംഗ് സീറ്റുകൾ കേരളത്തിൽ LDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത് അപൂർവമാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു ജില്ലയിൽ 2 സീറ്റ് നഷ്ടപ്പെട്ടത്. ആ 2 സീറ്റ് ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. ആ 2 സീറ്റ് കൂടി വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 13-13 LDF വിജയിക്കുമായിരുന്നു. ഇത്തവണ പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ നോക്കിയാൽ 13-ൽ 4 സീറ്റിൽ LDF ലീഡുണ്ട്. 7 സീറ്റിൽ ചെറിയ മാർജിന് 1000, 1500, 2000 തുടങ്ങി ചെറിയ മാർജിനാണ് LDF പിറകിൽ. 4, 7, 11. ബാക്കി 2 സീറ്റിലാണ് LDF കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിൽ തിരുവമ്പാടി പോലുള്ള സീറ്റിൽ ജനകീയനായ MLA ആണ് ശ്രീ ലിൻഡോ എന്നുള്ളത് നമുക്കറിയാം. കൊടുവള്ളിയും 2016 LDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും LDF വിജയിച്ചു വരും എന്നാണ് പൊതുവെ ഇന്നലെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തപ്പോൾ കണ്ടെത്തിയത്. കേരളത്തിൽ 110 സീറ്റിൽ LDF വിജയിച്ചു വരും. ഈ മന്ത്രിമാരൊക്കെ രാഷ്ട്രീയം കൃത്യമായി പറയണം. അതായത് വികസന കാര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയം പറഞ്ഞു പോകണം. കാരണം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം പറയണമെന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നുള്ളതും അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയത് അങ്ങ് പേടിച്ചുപോയി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുനർജനിയുടെ അഴിമതിയിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ CBIക്ക് അന്വേഷണം വിടണമെന്ന റിപ്പോർട്ടുള്ള പശ്ചാത്തലത്തിലാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവ് എന്തു പറയണം, എന്ത് പ്രചരിപ്പിക്കണം എന്നുള്ള പൂർണ്ണമായ ജനാധിപത്യപരമായ അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട്, UDF മന്ത്രിമാർ പൊതുവെ രാഷ്ട്രീയം പറയാറുണ്ട്. മന്ത്രിമാർ 5 വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ അറിയിക്കണം. അത് അറിയിക്കാൻ ശ്രമിക്കണം. അത് ഓരോ മന്ത്രിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ LDF വോട്ട് ചെയ്തവരുടെയും LDF വോട്ട് ചെയ്യാത്തവരുടേതുമായ 100% വരുന്ന ജനങ്ങളുടെയും മന്ത്രിയാണ്. ആ നിലയിൽ 100% വരുന്ന കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം. നാടിനു വേണ്ടി ഓരോ വകുപ്പും ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മന്ത്രിമാർ എന്തൊക്കെ ചെയ്തു, എന്താണ് ഫലം, റിസൾട്ട് എന്താണ്,
ആ റിസൾട്ട് ഓറിയൻറ്റഡായി മന്ത്രിമാർ നിൽക്കേണ്ട ഏറ്റവും വലിയ ടൈമാണ് ഈ 6 മാസം. ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചുമതലയുള്ള 2 വകുപ്പിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത്. ഇത് പറയണം, സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം, പൊതു രാഷ്ട്രീയം, ഇതൊക്കെ പൊതുവെ മന്ത്രിമാർ പറയാറുണ്ട്. അത് പൊതുവെ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് കനകോൽ ഉൾപ്പെടെ പറയുന്നത്. അതായത് UDFന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന കനകോൽ ഉൾപ്പെടെ പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ എന്ത് മുന്നോട്ട് വെച്ചാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ല സ്ഥിതി, ഇതിലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിരവധി കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്തു. ഞാൻ 156 കുടുംബയോഗത്തിൽ പങ്കെടുത്തു. കുടുംബയോഗം എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് വെക്കുകയില്ല, ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും കൂടിയുള്ള സമയമാണ്. 1366 പേരാണ് ഈ 156 കുടുംബയോഗത്തിൽ പങ്കെടുത്തത്. എവിടെയും ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ക്ഷേമപ്രവർത്തനങ്ങൾക്കെതിരെയോ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം വന്നിട്ടില്ല. സംശയങ്ങൾ പലതും ചോദിക്കും, അത് പറഞ്ഞു പോകും. പൊതുവെ ഭരണവിരുദ്ധ വികാരം പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വികസനം പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്നു, ക്ഷേമപ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ വികസനത്തിന് വോട്ടില്ല, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, വികസനത്തിനും ക്ഷേമത്തിനും വോട്ടില്ല എന്നല്ല കരുതേണ്ടത്. വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ, അതാണ് പരിശോധിക്കുക. അത് പൂർണ്ണമായും കൃത്യമായും പുതിയ കാലത്തിനനുസരിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ ഒരു സംശയമില്ല, ഇതിലും വോട്ട് വർദ്ധിക്കും. കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക. അത് ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ 2 തെരഞ്ഞെടുപ്പ്, 1991 1996 തെരഞ്ഞെടുപ്പ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി ബൂത്ത് പ്രവർത്തിച്ച ആളാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? നിയമസഭയിലേക്ക് ലോകസഭയിലേക്ക് ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഒരേ മനുഷ്യൻ 2 വോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ ചെയ്യുന്ന പോലെ 2 വോട്ട് ചെയ്യാം. 1991 അവസാന ഘട്ടമായപ്പോൾ ബഹുമാന്യനായ ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. വല്ലാത്ത നിലയിൽ അത് പിന്നെ സഹതാപ തരംഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. ഏറെക്കുറെ അതിൽ വിജയിച്ചു UDF. എന്നിട്ടും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ അധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടി. 1996 നിങ്ങളെടുത്തോ, LDFന്റെ സ്വീപ്പായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് ലോക്സഭയിലേക്കും കോൺഗ്രസ് വിരുദ്ധത പൊതുവെ വന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നില്ല, ദേവഗൌഡയും IK ഗുജറാളൊക്കെ വന്ന തെരഞ്ഞെടുപ്പ്. എന്നിട്ടും 1996 ലോക്സഭയേക്കാൾ പല ഇടങ്ങളിലും നിയമസഭയിൽ വലിയ നിലയിൽ LDFന് വോട്ട് കിട്ടി. അപ്പോൾ LDF പ്രതിപക്ഷമാകാൻ വേണ്ടി ആഗ്രഹിച്ച 1991 തെരഞ്ഞെടുപ്പിലും LDF ഭരണകക്ഷിയാകാൻ വേണ്ടി മലയാളി ആഗ്രഹിച്ച 1996 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ സ്ഥാനാർത്ഥികളെക്കാൾ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് വലിയ പെർസെൻറ്റേജ് വോട്ട് കിട്ടി. ഇത് നിയമസഭയിൽ എപ്പോഴും LDFന് ഒരു വോട്ട് പൊതുവെ മലയാളികൾ ചെയ്യാറുണ്ട്. കേരളം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 2009 മണ്ഡല പുനർവിഭജനം, ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പായി 2009. 2011 മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2011, 2016, 2021. ഈ 3 തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ LDFന് നല്ല ബേസ് വോട്ടുണ്ട്, നല്ല നിലയിൽ സീറ്റുണ്ട്. LDFന് ഈ 3 തെരഞ്ഞെടുപ്പിലും 60-ലധികം 68 ഏറ്റവും മിനിമം സീറ്റ്. അത് പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡാണ്. ജനങ്ങൾ കേരളം സുരക്ഷിതമായി നിലകൊള്ളണമെങ്കിൽ, കേരളത്തിൽ മതവർഗീയ ധ്രുവീകരണം കലാപങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, കേരളത്തിൽ സൽഭരണം ഉണ്ടാകണമെങ്കിൽ, അഴിമതിരഹിത ഭരണം ഉണ്ടാകണമെങ്കിൽ അത് LDF ആണ് നല്ലത് എന്ന് UDFൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കുന്നു. കോൺഗ്രസിൽ ദീർഘകാലം കോൺഗ്രസിന് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു, UDFന് വോട്ട് ചെയ്തവർ പോലും വോട്ട് ചെയ്യുന്നു. ഇതൊരു വസ്തുതയാണ്. ഈ വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളത്തിൽ. ഇതല്ല എന്ന് സ്ഥാപിക്കൽ UDFന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതവർ ചെയ്യും, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരുടെ ഇന്റേണൽ മീറ്റിങ്ങിൽ അവരിത് പറയാറുണ്ട്. ഇന്റേണൽ മീറ്റിങ്ങിൽ അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. LDFന് സിറ്റിംഗ് MLAമാരുണ്ട്, അതിൽ ആര് മത്സരിക്കുക ആര് മത്സരിക്കില്ല എന്നൊക്കെ ഉള്ളത് LDF തീരുമാനിക്കും. എന്നാൽ ആ സിറ്റിംഗ് MLAമാർ നന്നായി പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ
നല്ല നിലയിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ, അവരിൽ പലരും തന്നെ വീണ്ടും LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നവരാണെങ്കിൽ അവർക്ക് പേഴ്സണലി പിടിക്കാൻ പറ്റുന്ന വോട്ടുണ്ട്. ഇനി ആ സിറ്റിംഗ് MLA നന്നായി പെർഫോം ചെയ്യുന്ന LDFന്റെ സിറ്റിംഗ് MLA ആണ്, മത്സരിക്കുന്നില്ല, പക്ഷെ ആ മണ്ഡലം ഏറ്റവും നല്ല നിലയിൽ നേഴ്സ് ചെയ്ത MLA ആണെങ്കിൽ അതിന്റെ ഗുണം LDFന്റെ അടുത്ത സ്ഥാനാർത്ഥിക്ക് കിട്ടും. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഒരു 100ന്റെ അടുത്ത് സീറ്റിൽ ഈ അപകടം അവർക്കുണ്ട്. ഒരു 10 സീറ്റിൽ, ഞാനീ പറഞ്ഞ 10-13 സീറ്റിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിന്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, നല്ല നില യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ജനങ്ങൾക്കിടയിൽ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നിങ്ങൾ കാണുന്നില്ല, നിങ്ങളിപ്പോൾ എത്ര കാലമായി കാണുന്നത്, എന്തൊക്കെ പ്രചരണം കുപ്രചരണം നടത്തി ഒരു ഡ്രസ്സ് തയ്പ്പിക്കാൻ നോക്കിയാൽ ഡ്രസ്സ് ഫിറ്റായില്ലല്ലോ. എന്താ ഫിറ്റാവാത്തത്? ഞങ്ങളുടെ രീതിയാണ്, ജനങ്ങളോട് ഞങ്ങളുടെ രീതിയാണ്, ആ രീതിയുടെ ഭാഗമാണ്. അഹങ്കാരി എന്ന് ആർക്ക് എതിരാളിക്കും വിളിക്കാം, പക്ഷെ അഹങ്കാരിയാണോ അല്ലയോ എന്ന് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനെയും ഓരോ മന്ത്രിയെയും വിലയിരുത്തേണ്ടത് ജനമാണ്, ജനത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. അഹങ്കാരി, താൻ പ്രമാണിത്വം, ജനങ്ങളെ കാണുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാം, ജനാധിപത്യത്തിൽ ആർക്കും പറയാം. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള ജനാധിപത്യപരമായ അവകാശം പൗരനുണ്ട്. ആ ആത്മവിശ്വാസമാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ ഞങ്ങൾ ഓരോരുത്തർക്കും. ആ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും ഉള്ളത്. അതുകൊണ്ട് മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിന്റെ ഇന്നലത്തെ തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അത് ലക്ഷ്യത്തിലെത്തിക്കാനാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. LDF വലിയ വികസനം നടത്തുന്നുണ്ട്, അതൊക്കെ വലിയ ചർച്ചയാക്കും. ചില പരാമർശങ്ങൾ ബാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് AK ബാലന്റെ പരാമർശം, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് വഹിക്കും UDF അധികാരത്തിലെത്തിയാൽ. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ UDF ഭയങ്കര കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് കേസെടുക്കണമെന്നോ KK ബാലൻ സാറിനെതിരെ കേസെടുക്കണമെന്നൊക്കെയാണ് ഇപ്പം ഒരേപോലെ കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ മുതൽ VD സതീശൻ വരെ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയാണ്. അങ്ങനെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവെ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ BJPയുമായുള്ള അലയൻസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ BJPയുടെ വളർച്ച. അതിനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മിഷൻ ഈ പറഞ്ഞ പോലെ 34 എന്നുള്ളതാണ് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് BJPയെ പ്രതിരോധിക്കുക? അല്ല, അത് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞാണ്. BJPന്റെ വോട്ടിംഗ് പാറ്റേൺ നഗരത്തിലതും മറ്റിടങ്ങളിലും വ്യത്യസ്തമാണ്. അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയല്ല, വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തത്. പൊതുവേ നമ്മൾ എടുത്തു നോക്കിയാൽ പരിശോധിക്കാം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തോ, തൊട്ട മുമ്പത്തല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് 1 കൊല്ലത്തിന് ശേഷം വോട്ട് കൂടിയിട്ടുള്ളത്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുള്ളത്, അത് LDFനാണ്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതേ പാറ്റേൺ ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്തു നോക്കുക നിങ്ങൾ, 5% വോട്ടാണ് ലോക്സഭയേക്കാൾ LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത്. UDFന് 6% വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത്. ഇതേ പാറ്റേണിൽ പോയാൽ ഇനിയും വോട്ട് ഷെയർ വർദ്ധിക്കും, സീറ്റും വർദ്ധിക്കും. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് എല്ലാ നിലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. UDF പറഞ്ഞാൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെന്നാണ് PV അൻവർ പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ? ഈ കനകോലുവിന്റെ റിപ്പോർട്ടിൽ അല്ല, അത് പറയട്ടെ, അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. UDFന് അതിൽ തീരുമാനിക്കാമല്ലോ. LDF സ്ഥാനാർത്ഥികളൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. LDF കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഓരോ മണ്ഡലത്തിലും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് മുന്നണിയാണ്. UDFന് തീർച്ചയായിട്ടും തീരുമാനിക്കാം. ജനാധിപത്യത്തിൽ ഏതൊരു പൗരനും എവിടെയും മത്സരിക്കാം. അത് UDF തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാം, കനകോലുവിന്റെ റിപ്പോർട്ടിൽ അൻവറിന് വിജയസാധ്യത ഇല്ലെന്നും അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നും പറഞ്ഞിട്ട് ആദം മുൻഷിയുടെ പേരും അതുപോലെ മറ്റൊരാളുടെ പേരും, രണ്ടുപേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. DCC കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ കനകോലൂനി അല്ലെങ്കിൽ അതിലും വലിയ കോലൂനിയും നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, അതുപോലെ ഞാൻ പ്രധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ, അവരായിട്ട് സംബന്ധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു. നമ്മളൊരു ഷോക്കേസിൽ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ
നമ്മുടെ ചില്ലിൻ്റെ അല്ല അതല്ല ഞാൻ പറയുന്നത്, ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നാട്ടിൽ ഞാനിപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു, ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഞ്ഞികുടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല. അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് പലതും ഓർത്തു പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ ഒരു കൊടുക്കും. അത് കൊടുക്കാൻ കോടികളുണ്ടാകും. അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത്. കനകോലുവിനെ കോലു എന്ന് വിളിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് കനകോലു അല്ല, ഏത് കോലു വിചാരിച്ചില്ല. അവരവരുടെ കഞ്ഞികൂടി മുട്ടുന്ന ഒരു പണിക്ക് ഞാനില്ല. അത് അവർ നാളെ പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ നാളെ വേറെ ഏതെങ്കിലും മുന്നണിയുടെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് പോകും, കൺസൾട്ടൻ്റ് ആയിട്ട് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഇടതുപക്ഷത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം വരുത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ ഏത് മുന്നണി ആയിക്കോട്ടെ, ആ പ്രവർത്തകരുടെ പ്രവർത്തന അനുഭവത്തിലും വലിയ ഉരുത്തിരിഞ്ഞ് വരുന്ന സ്ട്രാറ്റജിയേക്കാൾ വേറെ എന്ത് സ്ട്രാറ്റജി ഉള്ളത്? അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ അത് പൊതുവേ നമ്മൾ അങ്ങനെയാണ് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് ആരെയും കഞ്ഞൂടി മുട്ടിക്കാൻ ഞാനില്ല. കനകോലു UDFന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുമ്പോൾ LDFന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് എന്നുള്ള ഒരു പൊതുവിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അല്ല, വിമർശനം ഉന്നയിക്കാൻ ജനാധിപത്യത്തിൽ ആർക്കും അവകാശം. അതിൽ ഒന്നും തെറ്റ് പൊതുവെ പറയാം. അത് UDFന്റെ 140 മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം പൂർണ്ണമായി UDFനല്ലേ ഉള്ളത്. അത് നമ്മളിപ്പോൾ എന്തിനാ അതിലൊക്കെ ഇങ്ങനെ വെറുതെ കയറി? ഉറപ്പാണ്. അല്ല, 110 സീറ്റ് അത് ആണ് ലക്ഷ്യം. മിഷൻ 110 അതാണ് സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും എല്ലാ ശ്രമവും. ബേപ്പൂരിൽ ഒരു വെല്ലുവിളി ഉണ്ടോ? കോഴിക്കോട്ടെ 13 സീറ്റിലും വെല്ലുവിളിയില്ല. നിങ്ങൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 13 അന്ന് കോഴിക്കോട് ജില്ലയിലെ 4 സീറ്റിൽ മാത്രമേ LDFന് ലീഡുള്ളൂ. 4 സീറ്റ്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അന്നും ഭൂരിപക്ഷ സീറ്റ് UDFന് ലീഡാണ്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 10 സീറ്റിൽ LDF ജയിച്ചു. കോഴിക്കോട് സൗത്തും തിരുവമ്പാടിയും കയ്യിൽ നിന്ന് ഇങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ അത് 12 സീറ്റാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പൊതുവേ പറയുന്നൊരു കാര്യം, ഞങ്ങളൊന്നും കൂടി അലർട്ടാവാൻ ഇത് കാരണമായി, ഒന്നും കൂടി ഉഷാറായിട്ട് ഇറങ്ങാം. കാരണം ഇതാ കോഴിക്കോട് പിടിച്ച് കനകോലു പറഞ്ഞ് കനകോലിൻ്റെ റിപ്പോർട്ട് ഇതാ. അപ്പോൾ കനകോലു സിന്ദാബാദാണ്. രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നല്ല ഇപ്പോൾ സിന്ദാബാദ്. കനകോലു സിന്ദാബാദാണ്, രാഹുൽ ഗാന്ധിയല്ല. അപ്പോൾ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ കോഴിക്കോട് ഇത്ര സീറ്റ് കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് പലരും നിൽക്കുന്നതെങ്കിൽ LDFന്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി ഇടപെട്ടതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ LDF ജയിക്കും.